ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അങ്ങനെ വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. എൻ്റെ ടിപ്പുകളൊക്കെ ഞാൻ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് പോയി കാണണം. കിച്ചൺ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു 3 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 3 പച്ചമുളകും. അത് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് അത് 1 മിനിറ്റ് ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 3 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് അതും അതിലിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയ്ക്കുള്ള ഉപ്പാണ് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വേണമെങ്കിൽ ചേർക്കാം. എല്ലാം കൂട്ടി വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ തുറന്ന് ഇളക്കിയിടുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടെ ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. വീണ്ടും അത് തുറന്ന് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതിലേക്ക് പുതിനയില ചേർക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, നിർബന്ധമില്ല. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാകും, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മസാലയൊക്കെ അതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം അങ്ങ് ചേർത്ത് വെച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാൻ. ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാൻ, സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ ഞാൻ ഇളക്കിയിടുന്നുണ്ട്. വീണ്ടും അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് വരെ ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കാം. തീ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അതിനി ഒന്നും കൂടെ ഇളക്കിയിട്ട് ആ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം ഇതുപോലെ വെള്ളമൊക്കെ ഇത്രയും വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റും കൂടെ ഇതേപോലെ ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.